നമസ്കാരം. വലിയ ഒരു സ്വപ്നം അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ്? മെന്റർഷിപ്പ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? പാരന്റ് ആവാൻ എങ്ങനെയൊക്കെ നമ്മൾ മാറണം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്ത്യൻ നോളജ് സിസ്റ്റവും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും നേഷൻ ബിൽഡിങ്ങിന് ആവശ്യമായ മക്കളെ മെന്റർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ള അറിവുകൾ എങ്ങനെ നേടണം? ടീച്ചേഴ്സിനെ എങ്ങനെ മെന്റേഴ്സ് ആക്കി മാറ്റാം? ജെൻസി, ജെൻ ആൽഫ, ഇപ്പോഴത്തെ ടീനേജും ഇനി വരാൻ പോകുന്ന അടുത്ത 10 വർഷത്തേക്കുള്ള കുട്ടികളെ ഞാൻ പറയാറുള്ളത് 21ാം നൂറ്റാണ്ടിന്റെ 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ അല്ല, തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറി. 3-2-1 വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് നല്ല നിലയിലേക്ക് വളർത്തിയെടുക്കാം? മൂല്യാധിഷ്ഠിതമായ പഠനം എങ്ങനെ നടത്താം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഡ്യൂക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം? ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും? ട്രാൻസ്ഫർമേറ്റീവ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ പ്രചോദനമേകുന്ന ഒരു മെന്ററായിട്ട് മാറാൻ, മനുഷ്യ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി താമസിച്ച സൗകര്യം ഉണ്ടെങ്കിൽ അത് അടക്കം ഉള്ള പ്രധാനമായിട്ട് ഇതിനെയൊക്കെ സംയോജിപ്പിക്കാനും ചിന്തിക്കാനും തയ്യാറാവുന്നവര് ബന്ധപ്പെടുക. എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ നമ്പറുണ്ട്. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ മാത്രമല്ല നടക്കേണ്ടത്, ജീവിതം തന്നെ ഒരു ക്യാമ്പാക്കി മാറ്റാൻ തയ്യാറാവും. അതിന് തയ്യാറായിട്ടുള്ള കൂട്ടായ്മകൾ ഈ വീഡിയോ പറ്റുന്നിടത്തൊക്കെ ഷെയർ ചെയ്യുക. തയ്യാറായിട്ടുള്ളവരൊക്കെ കൂട്ടിച്ചേരുക. ചിലപ്പോൾ പല ജീവിതങ്ങളിലും മാറ്റം വരുത്താൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമില്ലെങ്കിലും നിങ്ങൾ സഹായിച്ചു എന്നുള്ള പേരിൽ ബാക്കിയുള്ളവര് നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.